ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ശ്രീമന്നാരായണീയം ദശകം 9 ശ്ലോകം 3. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ കൃതനിശ്ചയാ സകലു നാളരേന്ദ്രാധ്വനാ സുയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീസ്തുതീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. സാരാംശം: പ്രളയജലമാകുന്ന മഹാസമുദ്രത്തിൽ ഭഗവാന്റെ നാഭിയിൽ നിന്നും മുളച്ചുവന്ന ഒരു അസാധാരണ ദിവ്യമായ താമരപ്പൂവിൽ വിരാജിക്കുന്ന അത്യന്തം ചിന്താമഗ്നനായ ബ്രഹ്മദേവനെയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചത്. ഒരാശ്രയവുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ബ്രഹ്മദേവൻ പലതും ചിന്തിച്ചു. അക്കൂട്ടത്തിൽ ഈ താമരപ്പൂവിനും തീർച്ചയായും ഒരു ആശ്രയമുണ്ടാകും, അല്ലാതെ വരില്ല എന്നുറപ്പിച്ചു. ഒരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു കാരണവുമുണ്ടാകും എന്നുറപ്പിച്ചു ബ്രഹ്മദേവൻ. അല്പനേരം കൂടി ചുറ്റും കീഴോട്ടും മുകളിലോട്ടും നോക്കിയതിനു ശേഷം തൻ്റെ യോഗശേഷിയാലും തപശക്തിയാലും ആ താമരപ്പൂവിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിക്കാൻ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. അങ്ങനെ യോഗശക്തിയോടുകൂടിയ ജ്ഞാനശക്തിയാൽ ആ താമരത്തണ്ടിൻ്റെ സുഷിരങ്ങളിലൂടെ കീഴ്പോട്ടിറങ്ങി. വളരെ കഷ്ടപ്പെട്ട് വളരെ കാലം അന്വേഷണം നീണ്ടുനിന്നു. എന്നാൽ തൻ്റെ പ്രയത്നം വിഫലമായി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ അതിന് ഫലം കിട്ടൂ. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. എത്ര താഴോട്ട് പോയതിനു ശേഷവും അത്യന്തം മനോഹരമായ അല്ലയോ ഭഗവാനെ അവിടുത്തെ തിരുവുടൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.